എന്തായാലും 95 സീറ്റ് വരെ നേടി UDF അധികാരത്തിലെത്തുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. വിവിധ പോസ്റ്റ് പോൾ സർവേകളും അതുപോലെ തന്നെ ട്രെൻഡും ഒക്കെ അനലൈസ് ചെയ്ത് ഇടതു മുന്നണിയുടെ പരാജയ ഭീതിയും ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താകും ഇത്തവണത്തെ അവസ്ഥ? പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിം ലീഗ് ചോദിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം. അവരതിൻ്റെ സൂചനയും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതാണ്ട് 27ഓളം 2 വനിതാ സ്ഥാനാർത്ഥികളടക്കം 27 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മുസ്ലിം ലീഗ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ റെക്കോർഡ് വിജയമുണ്ടാകുമെന്നാണ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PNA സലാം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. UDFനോടൊപ്പമുള്ള ആ കടുത്ത നിലപാട് അതെന്തായാലും ഇത്തവണ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി അറിയുന്നത്. ടീം UDF എന്ന VD സതീശൻ്റെ വ്യക്തമായ ഒരു ബ്രാൻഡിങ്ങോട് കൂടിയാണ് UDFിലെ എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അതിൻ്റെ ഗുണം എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലം വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. എത്ര MLAമാർ ലീഗിന് ഇത്തവണ ലഭിക്കുന്നുവോ അതിനാനുപാതികമായി മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മറ്റ് പദവികൾ ലഭിക്കണമെന്നൊരു വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിനുള്ളിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് UDFിൻ്റെ വിജയമെന്നാൽ മുസ്ലിം ലീഗിൻ്റെ കൂടി വിജയമാണ്. കാരണം ലീഗിലെ UDFിലെ ഏറ്റവും വലിയ ഘടക കക്ഷിയാണ്, രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. VD സതീശൻ്റെ ആ പ്രഭാവത്തിലാണ് പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും PMA സലാമിൻ്റെയും ഒക്കെ ആ നിയന്ത്രണത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ടീം UDF എന്ന ആ ലേബലിൽ തന്നെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. കടപുഴകി വീഴുന്നതൊക്കെ LDFിൻ്റെ സീറ്റുകളാകും. അതാണിപ്പോൾ UDF കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ കണക്ക് കൂട്ടൽ. ഇത്തവണ ലീഗിന് പ്രബലരായ സ്ഥാനാർത്ഥികൾ പലയിടത്തായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് വിജയ സാധ്യതയും ഏറെയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ചിന്തിക്കാനുള്ളത് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും തൽക്കാലം ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസിനുള്ളിൽ ചില സമവാക്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ആദ്യത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, അടുത്ത 2.5 വർഷം VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകും. അപ്പോൾ അവസാനത്തെ 2.5 വർഷം ഉപമുഖ്യമന്ത്രി പദം ചോദിക്കാൻ അർഹതയുള്ള അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പ്രാതിനിധ്യം വലുതാകും, വികസിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അപ്പോൾ തുടക്കത്തിലൊരു ബാർഗനിങ് ഒന്നും വേണ്ട, ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനത്തെ 2.5 വർഷം വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വാങ്ങാം എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട്. എന്തായാലും മറ്റൊരു സൂചന കൂടി രാഹുൽ ഗാന്ധി ഇവിടെ നൽകിയിരുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായാലും നല്ലതെന്ന്. അതുപ്രകാരമുള്ള ചർച്ചകളും ഹൈക്കമാൻഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ വനിത ജയിച്ചു വരുന്ന കോൺഗ്രസിലെ വനിതാ MLA ആയിരുന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഫോർമുല അനുസരിച്ച് ആദ്യത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തലയും അടുത്ത 2.5 വർഷം VD സതീശനുമാണ് ഇപ്പോൾ സർക്കാർ രൂപീകരിച്ച് മുഖ്യമന്ത്രിയാകാൻ തയ്യാറായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ UDFിനുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ, മുസ്ലിം ലീഗിനുള്ളിൽ കാര്യമായ സീറ്റ് തർക്കങ്ങൾ ഒന്നും ഉണ്ടാകില്ല. മന്ത്രിസഭ രൂപീകരണം സംബന്ധിച്ച തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല. അതൊക്കെ തുടക്കത്തിലെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അന്തിമഘട്ടത്തിലാണ് എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ UDFും ലീഗ് നേതൃത്വം ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിവാദങ്ങളൊന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ BJPക്കെതിരെ ശക്തമായ ഒരു പ്രചരണ തരംഗമുയർത്തിയാണ് UDFിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു സർക്കാർ രൂപീകരിക്കാൻ, ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായൊരു സർക്കാർ രൂപീകരിക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് കൈയച്ച് സഹായിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നത്. ലീഗിലെ തന്നെ ജയിച്ചു വരുന്ന ചെറുപ്പക്കാരാകും ഇത്തവണ മന്ത്രിമാരാകുക. ഇനി ആ 5ാം മന്ത്രി പദമോ അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയോ ഒന്നും ലീഗിൻ്റെ വകയെ ഒരു വിവാദമായി ഉണ്ടായില്ല. കാരണം MLAമാരുടെ പ്രാതിനിധ്യമനുസരിച്ച് മന്ത്രിസ്ഥാനം നൽകിയേ പറ്റൂ എന്നുള്ള നിലപാട് ലീഗിലെ ഒരു വലിയൊരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഈ ഒരു നിലയ്ക്കാണെങ്കിൽ ഇത്തവണ നാം പ്രതീക്ഷിക്കുന്നതനുസരിച്ച് മുസ്ലിം ലീഗിനുള്ളിൽ ഒരു തർക്കവുമില്ലാതെ തന്നെ, UDFുമായി ഒരു തർക്കവുമില്ലാതെ തന്നെ മന്ത്രിസഭ രൂപീകരണ നീക്കങ്ങളും എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. എന്താകും UDFിൻ്റെ ലീഗിൻ്റെ നിയമസഭയിലെ വിജയ പ്രതീക്ഷകൾ എത്രത്തോളം ഉയരുമെന്നറിയാം.